ലഹരിക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ലഹരി വിരുദ്ധ ദിനം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു പരിധിവരെ ഇതിൽ നിന്ന് മോചിതനാകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സത്യസന്ധമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇതിനൊരു ബോധവൽക്കരണവും അതുപോലെ തന്നെ ഈ ചെയ്യുന്ന എളിയ പ്രവർത്തനങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ യുവാക്കളോടും വളർന്നു വരുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ലഹരി എന്താണെന്ന് നമുക്ക് പച്ചവെള്ളം പോലെ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ആരുടെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. വളർന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം എന്താണ് ലഹരി, എന്ത് ഉപയോഗിക്കണം, എന്ത് ഉപയോഗിച്ചുകൂടാന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാമെങ്കിലും ചില സാഹചര്യങ്ങളിൽ അവർ പെട്ടുപോവുകയാണ്. അവരെ കൂട്ടുകെട്ടുകൾ കൊണ്ടാണ്, വേറൊന്നും കൊണ്ട് അല്ല. ഞങ്ങൾ കിങ്ഡം ഫസ്റ്റ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ വിതിരയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി ഞങ്ങൾക്ക് ചുറ്റി സഞ്ചരിപ്പാനും ഒരു ക്രിസ്തുവിൻ്റെ സന്ദേശം അതോടൊപ്പം ലഹരി വിമുക്തമായ ഒരു കേരളത്തെ സൃഷ്ടിപ്പാൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ സൃഷ്ടിപ്പാൻ വേണ്ടി ഒരു ലഹരി വിമുക്തമായിട്ടുള്ള ഒരു യാത്ര ഞങ്ങൾ ചെയ്യുന്നു. ഈ മുദ്ര പട്ടണത്തിൽ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് ഞങ്ങളിവിടെ വിളിച്ചു പറഞ്ഞ ലഹരി വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെല്ലാം കർത്താവ് കേട്ടവർക്ക് അത് അനുഗ്രഹകരമായി മാറിട്ട് അതിലുപരിയായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ എൻ്റെ പാപത്തെ പരിഹാരത്തിന് വേണ്ടി അവൻ ഇറങ്ങി വന്നു എന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കുവാനുള്ള വലിയൊരു കൃപ അവരുടെ കൂടെ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തെ ഞങ്ങൾ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ദേശം അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഡോക്ടറെ. എന്റെ കുഞ്ഞു നോക്ക് ഡോക്ടറെ, അവന് ശ്വാസം കിട്ടുന്നില്ല ഡോക്ടറെ. ഒന്ന് നോക്ക് ഡോക്ടറെ. അച്ഛാ എനിക്ക് ചെയ്യാൻ പറ്റണില്ല അച്ഛാ. ഞാൻ മരിച്ചോ അച്ഛാ. ஐயா புதிய துவக்கம் எனக்கு தந்து எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க. എനിക്ക് നിങ്ങൾക്കും വേണ്ടി മരിച്ച അടക്കപ്പെട്ട അല്ലിയ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ നസറയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഈ ദേശത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദേശത്തിലെ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദേശത്തിലെ സകല യൗവനക്കാരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദേശത്ത് നിന്ന് സകല ലഹരിയും മാറട്ടെ. என்ன மேன்மைப்படுத்துனீங்க. களிப்பின் சத்தமும் மகிழ்ச்சியின் சத்தமும் திரும்ப கேட்க பண்ணீங்க.
up on my back. So hard to breathe, to take the next step. The mountain is high, like weight in the depths. Yearning for grace and hoping for peace. Fear God increase. God have mercy on മദ്യത്തിനും മയക്കുമരുന്നിനുമെല്ലാം അടിമപ്പെട്ട് ഈ ലോകമായ ജീവിതത്തിൽ ഞാൻ സന്തോഷം കൊണ്ട് ആനന്ദപരമായി ജീവിച്ചിരുന്നൊരു സമയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ സന്തോഷമെന്തെന്ന് ശരിക്കുമുള്ള സന്തോഷവും സ്നേഹവും ഞാൻ അനുഭവിച്ചിട്ടില്ല. മദ്യം കഴിക്കുന്ന സമയത്തും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്തും മാത്രമാണ് അല്പസമയം മാത്രം അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ആ ഒരു പിടുത്തം വിടുമ്പോൾ ഒന്നും പിന്നെ ഓർമ്മയില്ല. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവവുമായിട്ട് അടുക്കുകയും ദൈവസ്നേഹം എന്നെ മൂടുകയും അത് മുഖാന്തരം എനിക്കൊരു സന്തോഷമുണ്ടാകുകയും ചെയ്തു. എന്നെ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. എൻ്റെ മദ്യപാനവും എൻ്റെ പഴയ എല്ലാ അടിമനുഭവവും എല്ലാം വിട്ടുകളഞ്ഞ് എൻ്റെ ഗുണ്ടായിസോ പാർട്ടിക്ക് വേണ്ടി കാണിക്കുന്ന എല്ലാ ഗുണ്ടായിസമെല്ലാം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഈ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയപ്പോൾ, യേശു ക്രിസ്തുവിനെ ഞാൻ ലഹരിയായി ഞാൻ സ്വീകരിച്ചപ്പോൾ എൻ്റെ ലൈഫിനെ യേശു ക്രിസ്തു പൂർണ്ണമാക്കി മാറ്റുവാൻ സാധിച്ചു. ഇന്ന് പകലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും പറയാൻ സാധിക്കും, നിങ്ങളെ പഴയ മനുഷ്യനെ പൂർണ്ണമാക്കി മാറ്റി പുതിയൊരു ജീവിതത്തെ പകരുവാൻ, പുതിയൊരു സമൃദ്ധിയെ പകരുവാൻ, പുതിയൊരു ലക്ഷ്യത്തെ പകരുവാൻ വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് സാധിക്കും. ഇന്നും ഉടനെ കൂടി കിട്ടും. ഇന്ന് നിങ്ങളൊരു ഭാരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? നിങ്ങൾ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളൊരു പരാജയമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന രക്ഷകനുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. അതെ, ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? ഞാനൊന്ന് മനസമാധാനിച്ചിരുന്നിട്ട് എത്ര നാളായെന്നറിയാമോ നിനക്ക്? എൻ്റെ അടുത്ത് മര്യാദയ്ക്കൊന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? എന്നെ സ്നേഹത്തോടെ ഒന്ന് നിങ്ങൾ മിണ്ടിയിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളാരും ഒരു സുഹൃത്തായി മാത്രം കണ്ടാൽ മതി. നീ പരാജയപ്പെട്ടിടത്തൊക്കെ ആ സുഹൃത്ത് നിനക്കൊരു പുതിയ വഴി കാട്ടി തരും. എപ്പോഴും നിന്റെ കൈ പിടിച്ച് നിന്റെ കൂടെ നടക്കും. പിന്നെ നീ ഒരിക്കലും ഒറ്റപ്പെട്ടവനാകില്ല. നിങ്ങൾക്ക് പറ്റുന്ന സമയം മക്കളുമായി സമയം കണ്ടെത്തണം. അവരോട് നിങ്ങൾ സംസാരിക്കണം. എല്ലാവരും ഒരുമിച്ച് കൂടെ നിൽക്കണം. അപ്പോൾ തന്നെ ഇതെല്ലാം മാറും. നിങ്ങൾ ഇന്നലെ വരെ നടന്നതോർത്ത് വിഷമിക്കേണ്ട. ഇന്നു മുതൽ എല്ലാത്തിനും ഒരു തുടക്കമാണ്. നിങ്ങളും ഈ പുസ്തകം വായിക്കണം. ഇന്നു മുതൽ നിങ്ങൾക്കിടയിൽ നാലാമരായി